ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലുള്ള ഗ്രിഗോൾ യൂണിവേഴ്സിറ്റിയിലാണ് കറന്റ് ഇന്നുള്ളത്. ജോർജിയയിൽ വന്നിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. 1 by 1 ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റികളൊക്കെ വിസിറ്റ് ചെയ്ത് വരികയാണ്. നമ്മുടെ സിറ്റി സെന്ററിൽ നിന്ന് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഗ്രിഗോൾ യൂണിവേഴ്സിറ്റി ഉള്ളത്. MBBS, BSc നഴ്സിംഗ്, അത് കൂടാണ്ട് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗ്രിഗോൾ യൂണിവേഴ്സിറ്റി. 1992 നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് 32 ഇയേഴ്സ് ആകുന്ന യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി നമുക്ക് എന്തുണ്ട്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് ഗ്രിഗോൾ യൂണിവേഴ്സിറ്റി. നമ്മുടെ ഗ്രിഗോൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറയുന്നത് ഇയർലി $5,500 ആണ് നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല ചെടികളും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഗ്രിഗോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രോബ്ലമേ അല്ല. ബിക്കോസ് സിറ്റിയുടെ നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. ദെൻ ജോർജിയയിലൂടെ വരുന്ന സ്റ്റുഡൻസ് അടുത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുള്ളൊരു ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ്. നാട്ടിൽ നിന്ന് നമുക്ക് ജോർജിയയിലോട്ട് വരാനായിട്ട് കറന്റ്ലി ട്രാൻസ്പോർട്ടേഷൻ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ ഡൽഹി വരിക എന്നതാണ്. ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ടിബിലിസിയിൽ വരാനായിട്ട് സാധിക്കും. ബിക്കോസ് കറന്റ്ലി ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, പിന്നെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വഴി വരിക എന്നാണ് നമ്മുടെ 2ാമത്തെ ഓപ്ഷനുള്ളത്. ഗൾഫ് കൺട്രീസ് വഴി ഇപ്പോൾ UAE, ഷാർജ, അബുദാബിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും, ഇതിൽ ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനോ ഏതെടുത്താലും നമ്മളൊരു ടോട്ടൽ ഫ്ലൈയിങ് അവേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 to 8 hours ആണ് നമ്മുടെ ഒരു ടോട്ടൽ ഫ്ലൈയിങ് അവേഴ്സ് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ട്രാൻസിറ്റ് ടൈം നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. ദെൻ നമ്മുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ റിട്ടേൺ എടുത്തതെന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 28,000 ഇവിടെ നിന്ന് അങ്ങോട്ട് റിട്ടേൺ എടുത്തത്. ബിക്കോസ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയിട്ടാണ് വന്നത്. ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നാട്ടിലോട്ട് പോകുന്നത്. പക്ഷെ എന്റെ കൂടെ ഞങ്ങളുടെ കൊളീഗ് ഉണ്ട്. കൊളീഗ് ഇന്നിപ്പോ ടിക്കറ്റ് എടുത്തേക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 20,000 രൂപക്കാണ് ആൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്, മനസ്സിലായത്. സോ ഡിപ്പെൻസ് ഓൺ ടൈം ടിക്കറ്റിൽ ചെറിയ വേരിയേഷൻസ് വരാം. എനിഹ ഒരു 25,000 to 30,000 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ആവറേജ് ടിക്കറ്റ് ഫെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് യൂണിവേഴ്സിറ്റിയുടെ സെന്ററിലോട്ട് കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് വന്ന് ഇരിക്കാനും അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഫ്രീ ടൈമിലിരുന്ന് പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജോർജിയയിൽ സ്റ്റുഡൻസിനുള്ള അടുത്തൊരു ഡൗട്ടാണ് റിഗാർഡിങ് ദ ലിവിങ് കോസ്റ്റ് അല്ലേ. ലിവിങ് കോസ്റ്റ് ജോർജിയയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മന്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ എക്സ്പെൻസും വെച്ചിട്ട് മാനേജ് ചെയ്യാനായിട്ട്, ഫുഡ്, അക്കോമഡേഷൻ അടക്കമുള്ള എല്ലാ എക്സ്പെൻസും വെച്ച് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് അറൌണ്ട് ഒരു $300 മുതൽ $350 വരെയാണ് നമുക്ക് മാക്സിമം വേണ്ടത്. അതായത് നാട്ടിൽ ഏകദേശം ഒരു 25,000 റുപ്പീസ് എന്ന രീതിയിൽ നമുക്ക് ടോട്ടലായിട്ട് നമുക്കൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു 6 ഇയേഴ്സിന്റെ ഗുരുനിയെ സംബന്ധിച്ചിട്ട് 6 ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ, ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ $5,500 ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അപ്പോൾ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അറൌണ്ട് $39,000 ട്യൂഷൻ ഫീസ് വന്നു. പ്ലസ് ഒരു $18,000 നമ്മുടെ ലിവിംഗ് കോസ്റ്റ് കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു $57,000, $57,000 വരെയാണ് നമുക്ക് എന്ത് വരുന്നത്, ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ, ഫുഡ് എന്ന രീതിയിലോട്ട് വരുമ്പോൾ വരുന്നത്. ഓക്കെ, $57,000 എന്ന് പറയുമ്പോൾ ഏകദേശം 45 ലക്ഷം രൂപയോളം എന്ത് വരും, നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരും. ഇപ്പൊ നമ്മൾ ജോർജിയയിലുള്ള ഏത് കോളേജ് എടുത്താലും നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം ഒരു 42 മുതൽ 60 ലക്ഷം വരെയൊക്കെ പോകുന്ന കോളേജുകളുണ്ട്. TSM ആണെങ്കിൽ അറൌണ്ട് ഒരു 60 lakhs വരെ ബഡ്ജറ്റ് വരുന്നുണ്ട്. ടിബിലിസിയിൽ നമുക്ക് അറൌണ്ട് ഒരു $5,500 ഗ്രിഗോൾ പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് ഇത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള യൂണിവേഴ്സിറ്റി, അതുകൂടാണ്ട് സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അതിന് അക്കാഡമിക്സിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്ന 6 ഇയേഴ്സ് ആണ്. 6 വർഷം എവരി ഇയർ 60 ക്രെഡിറ്റ്സ് എന്ന രീതിയിൽ നമുക്ക് വേണ്ടത് 360 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത്. അതിപ്പോൾ ECTS സിസ്റ്റം, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു
ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പൊ ജോർജിയയിലുള്ള എല്ലാ കോളേജുകളും ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6 years ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന കരിക്കുലമാണ്. അപ്പൊ 6 വർഷം കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യയുടെ എക്സാം ആയിട്ടുള്ള FMG എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് പിന്നെ സ്റ്റുഡൻസിന് വരുന്ന അടുത്ത കൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ജോർജിയയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ ലെറ്ററിന് ആപ്ലിക്കേഷൻ വയ്ക്കുന്നു. വൺസ് അഡ്മിഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവിറ്റേഷൻ, റെക്ടർ ഓർഡർ, മിനിസ്ട്രി ഓർഡർ, ഇങ്ങനെയൊക്കെയുള്ള ഡോക്യുമെന്റ്സ് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിസ സബ്മിഷന് പോകണം. വിസ നമ്മൾ VFSലാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വൺസ് വിസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈയിങ് ആണ്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എയർപോർട്ട് പിക്കപ്പ് ആര് ചെയ്യും, ഹോസ്റ്റൽ അക്കോമഡേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യും, ദെൻ 6 വർഷം അവരുടെ കാര്യങ്ങൾ ആര് നോക്കും, ഓരോ വർഷവും രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആരെയാണ് ചെയ്തു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, അവർക്ക് ടെൻഷൻ ഉണ്ടാവും. സോ എന്താണ്, അത്തരത്തിലുള്ള ടെൻഷൻ ഇനി നിങ്ങൾക്ക് വേണ്ട. ബിക്കോസ് കഴിഞ്ഞ 13 വർഷമായിട്ട് MBBS അബ്രോഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. ഓൾറെഡി ഞങ്ങൾക്ക് ജോർജിയയിൽ എന്നിട്ട് ടിബിലിസിയിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തുണ്ട്, ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട്. അതാണ് 24/7 എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അവൈലബിൾ ആണ്. സോ ഫ്രം അഡ്മിഷൻ ടു നിങ്ങളുടെ എന്താണ് എൻഡ് ഓഫ് ദി ഡേ വരെ, എന്താണ് 6th year കംപ്ലീറ്റ് ചെയ്യുന്നവരെയുള്ള നിങ്ങളുടെ എന്ത് കാര്യത്തിന് ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പൊ ഈവൻ നിങ്ങൾക്കൊരു പനി വന്ന് നിങ്ങളുടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോലും എന്തുണ്ടാവും, നിങ്ങളെ കൂട്ടിയിട്ട് പോകാനായിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടാവും. ദെൻ നിങ്ങൾ നാട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ ഫ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളോടൊപ്പം എന്ത് ചെയ്യാം, ഫ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്റ്റാഫും ഉണ്ടാവും. സോ ജോർജിയയിലെ ഒരു മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ MBBSന് അഡ്മിഷൻ എടുത്ത് വളരെ സേഫ് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ അസിസ്റ്റൻസോടും കൂടെ എന്താണ് ഒരു ടെൻഷനും കൂടാണ്ട് നിങ്ങളെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം.